പൗരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നീതിപൂർണമായിരിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അസമിലെ ട്രൈബ്യൂണലുകൾ 27 പേരെ വിദേശികളായി മുദ്രകുത്തിയതിലാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. പൗരത്വത്തിന് അർഹതയില്ലാത്തവർ വ്യാജരേഖകളിലൂടെയോ തെറ്റായ അവകാശവാദങ്ങളിലൂടെയോ ഇന്ത്യൻ പൗരത്വം നേടുന്നത് സംസ്ഥാന സർക്കാരുകൾ തടയേണ്ടത് പ്രധാനമാണ്. എന്നാൽ അതിന്റെ പേരിൽ ഒരാളോട് അനീതി കാട്ടാനോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കാനോ സർക്കാരിന് കഴിയില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഈ കേസിൽ ഗുവാഹത്തി ഹൈക്കോടതിയുടെയും ട്രൈബ്യൂണലുകളുടെയും വിധികൾ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ പോലെ പൗരത്വവും വിദേശി എന്ന പദവിയും ഭരണഘടനാപരമായും നിയമപരമായും വലിയ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിയായ SIR വഴി ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതായി ഉയരുന്ന പരാതികളിൽ UN ഗുരുതര ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ നമ്മൾ പരിശോധിക്കുന്നത്. പൗരത്വ നിർണയം നീതിയുക്തമാവണ്ടേ? വോട്ടർ പട്ടികയിലെ അക്ഷരത്തെറ്റ് പോലെയുള്ള അങ്ങേയറ്റം സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞാണ് തങ്ങളെ വിദേശികളായി പ്രഖ്യാപിച്ചതെന്നാണ് ഈ 27 പേരിൽപ്പെട്ട അജ്ബഹാർ അലി, മുഹമ്മദ് അക്ബർ അലി, അദീബ ഖാതുൻ, അൻവറ ഖാതുൻ, സാബിത്രി ദേവി ഇവർ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. രേഖകളൊക്കെ സമർപ്പിച്ചിട്ടും അസം വിദേശി ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 5 സ്ത്രീകളെ നാട് കടത്തുന്നത് മറ്റൊരു വിധിയിൽ സുപ്രീം കോടതി തടഞ്ഞതിന് പിന്നാലെയാണ് ഇവരുടെ ഹർജികൾ കൂടി സുപ്രീം കോടതിയിലെത്തിയത്. ഹർജിക്കാരെ കേൾക്കാതെയും അവരുടെ രേഖകൾ പരിശോധിക്കാതെയുമായിരുന്നു അസം സ്വദേശികളെ വിദേശികളാക്കിയുള്ള അസം ട്രൈബ്യൂണലുകളുടെ ഏകപക്ഷീയ വിധികളും എന്നാണ് ഉയരുന്ന ആക്ഷേപം. അസമിലെ ട്രൈബ്യൂണലുകളുടെ വിവേചന നടപടികൾ ഉണ്ടാക്കിയ നിയമപ്രശ്നങ്ങളും നിയമവ്യവഹാരങ്ങളും കോടതി വിധികളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ നീതി തേടി നേരത്തെ ഹൈക്കോടതിയിലും അവിടം കൈവിട്ടപ്പോൾ സുപ്രീം കോടതിയിലും എത്തിയത്. ഹർജിക്കാരുടെ പൗരത്വം സംബന്ധിച്ച തെളിവുകൾ പരിശോധിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ 1971 മുൻപുള്ള പാരമ്പര്യ രേഖകൾ, വോട്ടർ പട്ടിക, ഭൂമി രേഖകൾ എന്നിവ ഹർജിക്കാർ ഹാജരാക്കിയിരുന്നു. പൗരത്വ നിർണയ പ്രക്രിയയിൽ നിന്നും പുറന്തള്ളപ്പെട്ട ലക്ഷക്കണക്കിന് പേരിൽ ഏതാനും പേരുടെ ഹർജികളാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഇനി അവർ തിരിച്ച് ട്രൈബ്യൂണലിലെത്തി പൗരത്വ നിർണയം വീണ്ടും നടത്തി അവിടെ നിന്ന് നീതി കിട്ടിയിട്ട് വേണം പൗരരായി തിരിച്ചെത്താൻ എന്നതാണ് അവരുടെ ദുര്യോഗം. ഏകദേശം 19 ലക്ഷത്തിലധികം പേരാണ് അസമിലെ SIR പട്ടികയിൽ നിന്നും ഈ രീതിയിൽ പുറത്തായിട്ടുള്ളത്. പൗരത്വ രജിസ്റ്ററിൽ തുടങ്ങി പൗരത്വ ഭേദഗതി നിയമത്തിലൂടെയും SIR-ലൂടെയും മറ്റും അസം, പശ്ചിമ ബംഗാൾ തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ വ്യാപക നീക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നു വരുന്നത്. രാജ്യത്ത് SIR-ലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് പേരെ ഒഴിവാക്കിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോട് ഐക്യരാഷ്ട്രസഭ വിശദീകരണം തേടുകയും ചെയ്തു. UN-ന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ ചുമതലയുള്ള പ്രത്യേക റിപ്പോർട്ടർമാരാണ് ഇന്ത്യക്ക് കത്തയച്ചത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 5.2 കോടി പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയെന്ന വിവരം ലഭിച്ചതായി ഈ കത്തിൽ പറയുന്നുണ്ട്. മുസ്ലിം വോട്ടർമാരെ ഈ നടപടി സാരമായി ബാധിച്ചതായി പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം മണ്ഡലം ഉദാഹരണമാക്കി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ SIR നടപടിയുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരിൽ പലരും സാധുവായ തിരിച്ചറിയൽ രേഖകൾ കൈവശമുണ്ടായിരുന്നവരാണ്. ഇവർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടതായി പരാതികളിൽ പറയുന്നുണ്ട്. നന്ദിഗ്രാം നിയമസഭാ മണ്ഡലത്തിൽ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പേരുകളിൽ 95% മുസ്ലിം വോട്ടർമാരുടേതാണെന്നതും UN കത്തിൽ പരാമർശിച്ചിരുന്നു. മുസ്ലിം, ബംഗാളി വംശജർ, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരെ കൂടുതലായി നടപടി ബാധിച്ചതിൽ UN ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട പൗരത്വം തെളിയിക്കൽ ശിക്ഷയായി മാറുന്നൊരു കാലത്താണോ നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന ആശങ്ക ഉണർത്തുന്ന സംഭവങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ R രാജഗോപാലിന് പാസ്പോർട്ട് നിഷേധിച്ച സംഭവം. ദേശീയ തലത്തിൽ തന്നെ വലിയ വിവാദമായതിനെ തുടർന്ന് പാസ്പോർട്ട് പുതുക്കി നൽകാൻ തീരുമാനിച്ചെങ്കിലും ഈ സംഭവം ഉയർത്തിയ ചോദ്യങ്ങൾ അത് ഇന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR ആരംഭിച്ചതിനു ശേഷമാണ് പൗരത്വ വിവാദങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നിവയുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ നടപടി വ്യാപിപ്പിച്ചു.
വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും പൗരത്വ അവകാശവാദങ്ങൾ പരിശോധിക്കുന്നതിനും ഈ പ്രക്രിയ ആവശ്യമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. അതേസമയം തന്നെ SIRന്റെ നിയമസാധുത ശരിവച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഇല്ലാതാക്കുന്നത് പൗരത്വം നിർണ്ണയിക്കുന്നതില്ലെന്ന് കഴിഞ്ഞ മെയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. SIR പ്രകാരം നടത്തിയ അന്വേഷണം പൗരത്വ നിർണയമല്ലെന്നും തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്നും സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ SIR കൊണ്ടുവന്നതെങ്കിലും 1991നും 2011നും ഇടയിലെങ്കിലും ബംഗ്ലാദേശിൽ നിന്നുള്ള രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ പെട്ടെന്നുള്ള വർധനവ് ഉണ്ടായിട്ടില്ലെന്നാണ് ഔദ്യോഗിക സെൻസസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാസ്പോർട്ട് പോലും പൗരത്വ രേഖയല്ലെന്ന് ഭരണകൂടം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു സമകാലീന സാഹചര്യത്തിൽ പൗരത്വം എന്നത് ഭരണകൂടങ്ങൾ പൗരന് നൽകുന്ന ഔദാര്യമല്ലെന്ന തിരിച്ചറിവാണ് ആദ്യമുണ്ടാകേണ്ടത്. ജനാധിപത്യ മൂല്യങ്ങളെ നെഞ്ചിലേറ്റി ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും സ്വാഭാവിക അവകാശമാണ് ഈ പൗരത്വം എന്നുള്ളത്. പൗരത്വ നിയമങ്ങളിലെ പരിഷ്കാരങ്ങൾ ജനങ്ങളെ ഭീതിയിലാഴ്ത്താനോ അവരെ അന്യവൽക്കരിക്കാനോ ആകരുത്. പകരം ആ ജനതയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതും അവരുടെ അവകാശങ്ങളെ ദൃഢപ്പെടുത്തുന്നതുമായിരിക്കണം. എങ്കിൽ മാത്രമേ ജനാധിപത്യം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ നിരീക്ഷണത്തോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.